എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു കൊറിയൻ ഡ്രാമയുടെ റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രാമയിലെ മെയിൻ ഹീറോ ഒരു കമ്പനിയിലെ CEO ആണ്. അവൻ്റെ ചെറുപ്രായത്തിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് കാരണം അവൻ പാനിക് അറ്റാക്ക് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവനിങ്ങനെ മീറ്റിങ്ങിന് വന്നിരിക്കുന്ന സമയത്ത് ആ മീറ്റിങ്ങിന് വന്ന ഒരാൾ അവന് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവൻ ഷേക്ക് ഹാൻഡ് തിരിച്ചു കൊടുക്കാൻ മടിക്കുകയാണ്. എന്നാലും ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് വന്നതുകൊണ്ട് തന്നെ അവൻ കൈ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ കൈ പിടിച്ച് മാറ്റുകയാണ്. ഉടനെ തന്നെ അവൻ ലിഫ്റ്റിലോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് അവന് വളരെയധികം ബ്രീത്തിങ് ട്രബിളൊക്കെ ഉണ്ടാവുകയാണ്. അവന് വല്ലാതെ വിയർക്കുകയും അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകളൊക്കെ വരികയാണ്. കാരണം അവന് പാനിക് അറ്റാക്ക് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ സിംറ്റംസാണ് അവന് കാണിക്കുന്നത്. ഒട്ടും തന്നെ ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവൻ്റെ കണ്ടീഷൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവൻ്റെ ലൈഫിലുണ്ടായ ഇൻസിഡൻറ്റും ഒക്കെ അവൻ ഓർക്കുകയാണ്. അവരൊരു ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് അവൻ്റെ ഫ്രണ്ടിന് ആക്സിഡൻ്റ് ആവുന്നതും അവനൊരു കൊക്കയിലോട്ട് മറിഞ്ഞു വീഴുന്നതും ഒക്കെയാണ് കാണിക്കുന്നത്. ഇവൻ്റെ കയ്യിൽ നിന്നും മറിഞ്ഞു വീഴുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവൻ ആ പയ്യനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കൈ വിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ പയ്യൻ്റെ അമ്മ ഇവനെ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പാനിക് അറ്റാക്കാണിത്. ഈ ഒരാൾ അവന് കൈ കൊടുത്തെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് അവൻ്റെ മനസ്സിൽ ഓർമ്മ വരികയും അത് കാരണമാണ് അവന് വീണ്ടും പാനിക് അറ്റാക്ക് ഉണ്ടാവുന്നത്. പെട്ടെന്ന് ആ ലിഫ്റ്റിലേക്ക് ഒരു പെൺകുട്ടി കയറി വരുന്നുണ്ട്. ആ പെൺകുട്ടി ഇവൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് അവർക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ ഇവൻ്റെ കാം ഡൗൺ ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ പെൺകുട്ടി അവനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇവനാണെങ്കിൽ പെട്ടെന്ന് തലയിറങ്ങി ആ പെൺകുട്ടിയുടെ ഷോൾഡറിലോട്ട് വീഴാണ്. അവളാണെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ചിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതൊരു പുതിയൊരു ഓൺഗോയിങ് ഡ്രാമയാണ്. ഹീറോയിനും ആക്ടറും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഡ്രാമ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പാനിക് അറ്റാക്ക് സീനൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്